ഡോക്ടറല്ല, പഠനം പോലും വളരെ കുറവ് മാത്രം. പക്ഷേ കത്തിക്കൊണ്ട് ശസ്ത്രക്രിയ ചെയ്ത് മരണക്കിടക്കയിൽ നിന്ന് ആളുകളെ രക്ഷിച്ച ആളാണ്. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? പക്ഷേ ഇത് സത്യമാണ്. നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം. ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിലായിരുന്ന ആ സ്ത്രീ അടുത്തുള്ള പള്ളിയിലെ അച്ഛൻ അവരുടെ അടുത്തുനിന്ന് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീയെ അവസാനമായി ഒരു നോക്ക് കാണാൻ അയൽക്കാരനായ അരികോയും ഭാര്യ ആർലറ്റും അപ്പോഴങ്ങോട്ടേക്ക് വന്നു. അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത വെറും പാവത്താനായ അരികോ ആ സ്ത്രീയുടെ അടുത്തുനിന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഒരു ഭ്രാന്തനെ പോലെ അരികോ അകത്തേക്കോടി ഒരു കറിക്കത്തിയുമായി തിരിച്ചു വന്നു. അടുത്ത നിമിഷം രോഗിയുടെ പുതപ്പെല്ലാം വലിച്ചു മാറ്റിയ അരികോ അവരുടെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കി. അത് കണ്ട് ബന്ധുക്കൾ അലറിക്കരഞ്ഞപ്പോൾ ചിലർ ഡോക്ടറെ വിളിക്കാനൊക്കെ ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ അരികോ രോഗിയുടെ ശരീരത്തിൽ നിന്ന് മുന്തിരിയോളം വലിപ്പമുള്ള ഒരു മുഴ കത്തിക്കൊണ്ട് പുറത്തെടുത്തു. പിന്നെ കത്തി വലിച്ചെറിഞ്ഞ് മുട്ടിലിരുന്ന് കരയാൻ തുടങ്ങി. ആർലറ്റ് ഭർത്താവിനെ താങ്ങി എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് നടന്നു. പിറ്റേന്ന് അരികോ മാത്രമായി നാട്ടിലെ സംസാര വിഷയം. രോഗിയെ കുത്തിയതല്ലാട്ടോ, മറിച്ച് അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതായിരുന്നു അരികോയുടെ പ്രശസ്തിക്ക് അവിടെ കാരണം. ഓപ്പറേഷൻ ചെയ്യാൻ പോലും കഴിയാതിരുന്ന ഒരു ട്യൂമർ അതിവിദഗ്ധമായാണ് നിമിഷങ്ങൾക്കുള്ളിൽ അരികോ കുത്തി പുറത്തെടുത്തത്. രോഗിയെ പരിശോധിക്കാനെത്തിയ ഡോക്ടറാണ് ഈ അത്ഭുത സത്യം ആദ്യം കണ്ടെത്തിയത്. നാട്ടിൻപുറത്തെ ഒരു സ്കൂളിൽ 4 വർഷം മാത്രം പഠിച്ചിട്ടുള്ള അരികോ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും അസാധ്യമായ ശസ്ത്രക്രിയ എങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ചെയ്തു തീർത്തു? ആ ചോദ്യത്തിന് മാത്രമല്ല, അതിനുശേഷം ഒരു ദശാബ്ദക്കാലം അരികോ നടത്തിയ എണ്ണമറ്റ അത്ഭുത ചികിത്സകൾക്കും വ്യക്തമായ ഉത്തരമില്ല. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമൊക്കെ 300ഓളം രോഗികളെ ആ ബ്രസീലിയൻ കർഷകൻ ഓരോ ദിവസവും ചികിത്സിച്ചു. അതിൽ 100 കണക്കിന് കുഴപ്പം പിടിച്ച ശസ്ത്രക്രിയകളും ഉൾപ്പെടും. അതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് തൻ്റെ ഒരു ചെറിയൊരു പേനക്കത്തി മാത്രം ഉപയോഗിച്ചായിരുന്നു. ബോധം കെടുത്താതെ, പ്രതിരോധ മരുന്നുകൾക്കൊന്നും കുത്തിവെക്കാതെ, സ്വന്തം കത്തിയൊന്ന് വൃത്തിയാക്കുക പോലും ചെയ്യാതെയായിരുന്നു ആ ശസ്ത്രക്രിയകളൊക്കെയും ചെയ്തിരുന്നത്. എന്നിട്ടും രോഗികൾക്ക് വേദനയോ രക്തസ്രാവമോ മുറിവിൽ അണുബാധയോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ടവർ മുതൽ പ്രശസ്തരായ ഭരണകർത്താക്കളും നിയമജ്ഞരും ശാസ്ത്രജ്ഞരും ഡോക്ടർമാർ വരെയും അരികോയുടെ രോഗികളായി. ബ്രസീലിയൻ്റെ അന്നത്തെ പ്രസിഡന്റ് ജുസേലിയോ കുബിറ്റ്സ്ചെക്ക് സ്വയം ഒരു ഡോക്ടറായിരുന്നിട്ടും മകളെ ചികിത്സിക്കാൻ അരികോയുടെ അടുത്തെത്തി. അമേരിക്കയിലും അരികോയുടെ കീർത്തി അങ്ങനെ വ്യാപിച്ചു. അതേ തുടർന്ന് അവിടുത്തെ ഒരു വിദഗ്ധ ഡോക്ടറായിരുന്ന ഹെൻറിഡ പുഗിച്ച് തൻ്റെ സുഹൃത്തും ലക്ഷ്യപ്രഭുവുമായ ഹെൻറിദ ബെൽക്കിനൊപ്പം അരികോയെ ഒന്ന് പരീക്ഷിക്കാൻ ബ്രസീലിലേക്ക് ചെന്നു. അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ച അരികോ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചികിത്സ തുടങ്ങി. പെട്ടെന്ന് ജർമ്മൻ പട്ടാള ഓഫീസറുടെ സ്റ്റൈലിൽ സംസാരം ആരംഭിച്ച അരികോ ആദ്യത്തെ രോഗിയെ ചുമരിൽ ചാരി നിർത്തി 4 ഇഞ്ച് നീളമുള്ള തൻ്റെ പേന കത്തി കണ്ണിൽ ആഴത്തിൽ കുത്തിയിറക്കി. 1 മിനിറ്റിനുള്ളിൽ കണ്ണു തുറന്നുള്ള സങ്കീർണമായ ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. എന്നിട്ട് അദ്ദേഹം അടുത്ത രോഗിയെ അകത്തേക്ക് വിളിച്ചു. അങ്ങനെ രാവിലെ 7 മണി മുതൽ 11 മണി വരെയുള്ള സമയം കൊണ്ട് 200 രോഗികളെയാണ് അരികോ ചികിത്സിച്ചത്. ചിലർക്കൊക്കെ മരുന്നുകൾ കുറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അടുത്ത കടകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മരുന്നുകളുടെ പേരായിരുന്നു കുറിപ്പിൽ. 11 മണിക്ക് ചികിത്സ തീർത്ത അരികോ തൻ്റെ ജോലിക്ക് പുറപ്പെട്ടു. എല്ലാ ദിവസവും സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസിലെ ഒരു എൻക്വയറി ക്ലർക്കായിരുന്നു അരികോ. ആ സമയത്ത് അവിടുത്തെ നിസ്സാര ശമ്പളം കൊണ്ടാണ് അരികോയും 8 മക്കളും അടങ്ങുന്ന കുടുംബം കഷ്ടിച്ച് ജീവിച്ചിരുന്നത്. ജോലി കഴിഞ്ഞ് 6 മണിക്ക് തിരിച്ച് ക്ലിനിക്കിലെത്തുന്ന അരികോ അർദ്ധരാത്രി വരെ വീണ്ടും ചികിത്സ തുടങ്ങും. ഒരു രോഗിയെ പോലും മടക്കി അയക്കാത്ത അരികോ ചികിത്സയ്ക്ക് വേണ്ടി അവരിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു പ്രതിഫലം പോലും വാങ്ങിയിരുന്നില്ല. തൻ്റെ വിദഗ്ധ ചികിത്സയെക്കുറിച്ച് അരികോയ്ക്ക് ഒന്നേ പറയാനുള്ളൂ: അതൊക്കെ തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഡോക്ടർ ഡോൾഫോ ഫ്രീറ്റ്സ് എന്ന തടിച്ച കഷണ്ടിക്കാരനാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് സ്വപ്നത്തിൽ അരികോയുടെ അടുത്തെത്തിയ ആ ഡോക്ടർ ഭൂമിയിലെ ജോലി പൂർത്തിയാക്കാനായില്ലെന്നും അറിയിച്ചിട്ടുണ്ട് അരികോയോട്. അരികോയിലൂടെ അത് മുഴുവൻ ആഗ്രഹിച്ച ഫ്രിറ്റ്സ് ചെയ്യേണ്ടതെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുമത്രേ തൻ്റെ ജോലികൾ പൂർത്തിയാക്കാനായിട്ട്. അരികോയുടെ ചികിത്സ ശരിക്കും ബോധ്യപ്പെടാനായി തൻ്റെ വലത് കൈയിലെ ഒരു ട്യൂമർ അദ്ദേഹത്തെ കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യിപ്പിച്ച് വേദനിപ്പിക്കാത്ത മുറിവുണ്ടാക്കി 5 നിമിഷം കൊണ്ട് അരികോ ആ കൃത്യം നിർവഹിച്ചു. അപ്പോൾ രക്തപ്രവാഹമോ പിന്നീട് പഴുപ്പോ ഒന്നും ഉണ്ടായില്ല.
ഈ വാർത്ത ബ്രസീലിയൻ പത്രങ്ങൾക്കും ഇതിൻ്റെ ദൃശ്യങ്ങൾ ടെലിവിഷനും നൽകിയത് വേറെ ആരുമല്ല, നമ്മുടെ ഹെൻറി പുകർച്ചി തന്നെയായിരുന്നു. അരികോയുടെ ചികിത്സ സുരക്ഷിതമാണെന്ന് മാത്രമല്ല, കൂടുതൽ പ്രയോജനകരമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. രോഗികൾക്ക് അരികോ ഒരു വരദാനമായിരുന്നുവെങ്കിലും ആ പ്രദേശത്തെ ഡോക്ടർമാർക്ക് അദ്ദേഹം ഒരു ശാപമായിരുന്നു. ചികിത്സയ്ക്ക് രോഗികളെത്താതെ വലഞ്ഞവർ ഒടുവിൽ കോടതിയിലെത്തി. ബ്രസീലിയൻ മെഡിക്കൽ അസോസിയേഷൻ അരികോയെ കുറ്റക്കാരനായി ചിത്രീകരിച്ചു, മന്ത്രവാദിയും ആഭിചാരകനുമാക്കി. അരികോ അപ്പോഴും ഫ്രിറ്റ്സിന്റെ കഥ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമങ്ങളുടെ പരിധിയിൽ വരാത്ത അരികോയുടെ വാദങ്ങൾ കോടതി പോലും അംഗീകരിച്ചില്ല. ജഡ്ജി 15 മാസത്തെ തടവും വൻ പിഴയും ശിക്ഷയായി വിധിച്ചു. വമ്പിച്ച ജനരോഷം അതിനെതിരെ ഉയർന്നെങ്കിലും കോടതി ഉത്തരവ് ആർക്കും ലംഘിക്കാനാവില്ലല്ലോ. എന്നാൽ കോടതിയുടെ അധികാരത്തിനു മുകളിൽ ഒരു ശബ്ദമുയർന്നു. അരികോയ്ക്ക് മാപ്പ് നൽകിക്കൊണ്ടുള്ള പ്രസിഡന്റിന്റെ കൽപ്പന. അരികോയെ വിട്ടയക്കാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവിന് പിന്നിൽ സ്വന്തം മകളുടെ രോഗവിമുക്തിയായിരുന്നു. 2 വർഷം മുമ്പ് അരികോ പ്രസിഡന്റിന്റെ മകളുടെ വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്തിരുന്നു. അതോടെ അരികോയുടെ പ്രശസ്തി വീണ്ടും കുതിച്ചുയർന്നു. സ്പെഷ്യൽ ബസ്സുകളും ട്രെയിനുകളും വിമാനങ്ങളും അങ്ങനെ വേണ്ട എല്ലാം ദേശവിദേശങ്ങളിലെ രോഗികളെയും കൊണ്ട് ബ്രസീലിലേക്ക് പാഞ്ഞെത്തി. അരികോയുടെ ചികിത്സയ്ക്കുള്ള പ്രത്യേകത എന്തെന്നോ? രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ രോഗി പറയേണ്ടതില്ല. രോഗികളെ കാണുമ്പോൾ തന്നെ രോഗം അദ്ദേഹത്തിന് പിടികിട്ടും. അതെല്ലാം കണ്ട് ചിലർ അദ്ദേഹത്തെ ദിവ്യപുരുഷനായി വിശേഷിപ്പിച്ചു. ഞാൻ ചെയ്യുന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. എനിക്കത് ഓർത്ത് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സന്തോഷിക്കാമായിരുന്നു. ആരാധകരോട് അരികോയുടെ ചിരിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് ഇങ്ങനെ. അരികോ ഇന്നും അന്നും ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുന്നു. ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.